യഥാർത്ഥത്തിൽ സാധാരണ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇതൊരു അപേക്ഷയാണ്. ഈ ന്യായമായ ജീവിക്കാൻ ആവശ്യമായ സമരത്തിന് സർക്കാർ കണ്ണും കാതും തുറന്ന് കേൾക്കണം, അതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഞാൻ. പൊതുജനത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിഷയം ന്യായമാണ് എന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് അപമാനമാണ് എന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം അതാണ്. നിങ്ങളുടെ ആവശ്യം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക. സർക്കാരിനോട് നമ്മൾ ഒന്നിച്ച് കളക്റ്റീവായി ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക. ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് ജനദ്രോഹപരമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ്. ഇനിയുമെങ്കിലും കണ്ണും കാതും തുറന്ന് കേൾക്കണം. നിങ്ങളുടെ കണ്ണടഞ്ഞു പോയാൽ, നിങ്ങൾ ചികിടരായി പോയാൽ അതിനോട് ജനം പ്രതികരിക്കേണ്ടി വരും. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കൂടുന്തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 62ാം ദിവസം പിന്നിടുകയാണ്. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ള വ്യക്തികളും സംഘടനകളും എല്ലാം തന്നെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൗരസാഗരം പരിപാടി നടക്കുകയാണ് ആശാവർക്കർമാരുടെ സമര പന്തലിൽ. എന്തായാലും ഇവിടത്തേക്ക് ഒഴുകിയെത്തുകയാണ് നിരവധി എഴുത്തുകാരും അതുകൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ. നമ്മൾ ചെയ്തത് ഇത്ര മാത്രം. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞ സംഘടനകളോടും വ്യക്തികളോടും ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ പൊതുവായി സമർപ്പിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥത്തിൽ സാധാരണ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇതൊരു അപേക്ഷയാണ്. കഴിഞ്ഞ 60 വർഷമായിട്ട് സമരത്തിൻ്റെ രൂപം മാറും, ഭാവം മാറും എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അമ്മയെ കണ്ട് മരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. ഈ ന്യായമായ ജീവിക്കാൻ ആവശ്യമായ സമരത്തിന് സർക്കാർ കണ്ണും കാതും തുറന്ന് കേൾക്കണം, അതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു സദസ്സ് വരാൻ കാരണം, ഒരു സമരത്തിന് സാധാരണഗതിയിൽ 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്നും അത് പരിഹരിക്കേണ്ടതാണ് എന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനാധിപത്യത്തിൽ ജനമാണ് ഏറ്റവും വലുത് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ആ ദൗത്യത്തിൽ ഈ സമരം പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളം സംസാരിക്കാത്ത കേരളീയർ പോലും, ഇനി കേരളത്തിന് പുറത്തുള്ളവർ പോലും, ഞാനത് പറയാൻ കാരണം ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ അങ്ങനത്തെ പലരുമായിട്ട് ഞാൻ കണ്ടു. അവർക്ക് മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ അവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സമരത്തെക്കുറിച്ചാണ്, ഇതിനെ നേരിടുന്ന സർക്കാരിൻ്റെ രീതിയെക്കുറിച്ചാണ്. അതുകൊണ്ട് പൊതുജനത്തിൻ്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിഷയം ന്യായമാണ് എന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് അപമാനമാണ് എന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ആ പറയുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമയാണ്. ഈ സമരത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അതാണ്. നിങ്ങളുടെ ആവശ്യം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ വിജയിച്ചില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി വിജയിച്ചില്ല. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അത് നമ്മുടെ പരാജയമാണോ സർക്കാരിൻ്റെ പരാജയമാണോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. അവിടെ ഈ പൗരസാഗരത്തിൻ്റെ ഉദ്ദേശം ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്ന് അതിൻ്റെ മെറിറ്റിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ പൗരസാഗരം നടത്തുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാരിനോട് നമ്മൾ ഒന്നിച്ച് കളക്റ്റീവായി ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക. ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. അതൊരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല. നിങ്ങൾ ഈ ചെയ്യുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിന് ജനാധിപത്യത്തിൻ്റെ മാനദണ്ഡം വെച്ചിട്ടായാലും ഇടതുപക്ഷ മാനദണ്ഡം വെച്ചിട്ടായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ജനദ്രോഹപരമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണ്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി അഭ്യർത്ഥിക്കുക. സർക്കാരിന് ഒന്നും കൂടി കണ്ണു തുറന്ന് കാണാൻ, അതായത് ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണെന്നുള്ള
ഒരു ബോധ്യം ഈ മാസ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവേണ്ടതാണ്. ഇനി അഥവാ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സദസ്സ് നടത്താൻ ആലോചിച്ചത്. വിഷുവിൻ്റെ തലേന്നാണ്, ട്രെയിൻ ടിക്കറ്റുകളും മറ്റും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മഴയുടെ വലിയ പ്രതിബന്ധമുണ്ട്. പക്ഷെ ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ തടിച്ചു കൂടിയിരിക്കുന്നവർ ചെയ്യുന്നത് സർക്കാരിനോട് അഭ്യർത്ഥിക്കുക, ഇനിയുമെങ്കിലും കണ്ണും കാതും തുറന്ന് കേൾക്കണം. നിങ്ങളുടെ കണ്ണടഞ്ഞു പോയാൽ, നിങ്ങൾ ചികടരായി പോയാൽ അതിനോട് ജനം പ്രതികരിക്കേണ്ടി വരും. അതിലേക്ക് നയിക്കാതെ നിങ്ങൾ ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ്.